യോനായുടെ അടയാളം. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റാരുടെയും നൽകപ്പെട്ടിട്ടില്ല. യോന നിവേവേർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധിദിനത്തിൽ ഈ തലമുറയെ ജനങ്ങളോടൊപ്പം ഉയർത്തിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ വിജ്ഞാപനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ നിവേദിനിവാസികൾ വിധി ദിവസത്തിൽ ഈ തലമുറയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനയുടെ പ്രസംഗം കേട്ട് ഇവർ പശ്ചാത്താപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനയെക്കാളും വലിയവൻ. എൻ്റെ സ്നേഹബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ സ്നേഹബഹുമാനമുള്ള എൻ്റെ പിതാക്കന്മാരെ, എൻ്റെ സ്നേഹബഹുമാനമുള്ള എല്ലാ നാട്ടിലെ എല്ലാ എൻ്റെ ചില മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം, നിങ്ങളെല്ലാം നൊയമ്പെടുക്കണം. ഇപ്പം നൊയമ്പ് സമയമാണ്. അമ്മ മുട്ടയും ഇറച്ചിയൊക്കെ ഒഴിവാക്കി, ഒരു നേരം ആഹാരമൊക്കെ ഒഴിവാക്കി അമ്മയും വ്രതം പിടിക്കുകയാണ്. അപ്പോൾ ആ ഒരിത് നല്ല ഒരു നാളേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈ കൊടുക്കാം മക്കളെ. എന്നുവെച്ചാൽ നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കണമെങ്കിൽ നമ്മളും ഒന്ന് ക്ഷമിച്ച് താഴ്ന്ന് ഇങ്ങനെയൊക്കെയുള്ള ത്യാഗം സഹിച്ചേ പറ്റൂ. യേശു സഹിച്ചതുപോലെ ത്യാഗം സഹിക്കണമെങ്കിൽ നമ്മളത് അങ്ങനെയൊക്കെ ഒരുങ്ങി ഇറങ്ങിയാലേ നമുക്കതിൻ്റെ അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊന്നും അനുഭവിക്കാൻ പറ്റില്ല. പറ്റുമോ മക്കളെ? ഇല്ല, ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ഇതിലോട്ട് നമ്മൾ ഇറങ്ങി നോക്കണം. നമ്മൾ ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാതെയും, കഴിക്കാൻ പറ്റാത്തവർക്ക്, രോഗികൾക്ക് മീനോ ഇറച്ചിയോ മുട്ടയൊക്കെ, ഇറച്ചി പോയിട്ട് മീനോ മുട്ടയൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ രോഗമില്ലാത്ത നമ്മൾ, രോഗികൾക്കും വേണമെങ്കിൽ എടുക്കാം. എന്ന് വെച്ചാൽ രോഗം മാറാൻ അത് ഏറ്റവും നല്ല ഒരിതാണ്. രോഗം മാറണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഈ നൊയമ്പുകൾ പിടിച്ചാൽ നമുക്ക് കുറേയൊക്കെ രോഗങ്ങൾ മാറ്റി നിർത്താൻ പറ്റും. അതുകൊണ്ട് അമ്മ അതിന് തയ്യാറാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ഒത്തിരി ഇതിനെക്കാളും അമ്മ സന്തോഷിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഒത്തിരി ഉറക്കം താമസിച്ചഴിച്ചു. പള്ളിയിൽ ഇത്തിരി ബൈബിൾ വായന തുടങ്ങിയപ്പോഴാണ് ഓടിയെത്തിയത്. ഒരിതും ചെയ്തില്ല. ഇന്നലത്തെ ഇട്ട ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് ഓടിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അമ്മ ഇന്ന് ഓടിയെത്തിയത്. അമ്മ എന്നാലും അമ്മയ്ക്ക് ഇന്നിത്തിരി സന്തോഷമുണ്ടെന്ന് വെച്ചാൽ അമ്മ സ്വയം ഒരുങ്ങുകയാണെന്ന് വെച്ചാൽ കാഴ്ച വയ്ക്കൂല, ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞ ഒരമ്മ കാഴ്ച എടുക്കാൻ ഇറങ്ങിയപ്പോൾ ഇന്ന് കടയിൽ വള്ളത്തിൽ നിന്ന് മീൻ കൊണ്ടുവരണ ചേച്ചി കൊണ്ടുവന്നപ്പോൾ അവിടെ ഒത്തിരി ആൾക്കാർ വന്നു മീൻ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആൾ വരില്ല. വന്ന് ഒത്തിരി സന്തോഷമാണ് അവരുടെ മുഖത്ത് കണ്ടത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാഴ്ച വസ്തു ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ നാട് മൊത്തം സന്തോഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാം സന്തോഷിക്കുകയാണ്. അമ്മ ഒന്ന് താന്നപ്പോൾ എടുക്കൂല, ഞാൻ ഇനിയൊരു കാഴ്ച വസ്തു ഇങ്ങനെ എടുക്കില്ല, പക്ഷേ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അത് നിറവേറണം. അപ്പോൾ അതുകൊണ്ട് അമ്മ ആ ഇഷ്ടത്തിലോട്ട് വന്നപ്പം നാട് മൊത്തം ഇത്രയും സന്തോഷിക്കുന്നത് അമ്മ ഇപ്പം കണ്ടപ്പോൾ അമ്മയ്ക്കൊരു സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ നാട് ഇത്രയും ഈ കാഴ്ച കാണാൻ ഒരുങ്ങുകയാണോ എന്നെനിക്ക് തോന്നിപ്പോയി. എല്ലാവരുടെ മുഖത്തും സന്തോഷം, എല്ലാവരുടെയും. എന്ന് വെച്ചാൽ ആരുപോലും സങ്കടപ്പെടുന്നവരെ ഞാൻ കണ്ടില്ല. എല്ലാവരും, എൻ്റെ ശത്രുക്കൾ തൊട്ട്, എൻ്റെ ബന്ധുക്കൾ തൊട്ട്, എൻ്റെ ഇളയത് മൂത്ത തൊട്ട്, സഹോദരി, എല്ലാം നാടൊത്ത് സന്തോഷിക്കുകയാണ് നമുക്ക്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അമ്മയ്ക്ക് അത് ഒത്തിരി മനസ്സിന് സന്തോഷം വന്നു. എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പം ഒന്ന് താന്നപ്പം ആ ഒരു സന്തോഷം അമ്മയ്ക്ക് കാണാൻ പറ്റി. അതാണ് മക്കളെ, നമ്മളൊന്ന് ക്ഷമിച്ച് താഴുമ്പോൾ നമുക്കൊന്ന്, എൻ്റെ സഹോദരിയോട് ക്ഷമിച്ചപ്പോൾ, എൻ്റെ അനിയത്തിയോടൊന്ന് ക്ഷമിച്ചപ്പം അത് നാട് മൊത്തം എല്ലാവർക്കും ഒരു സന്തോഷമായി തീരാൻ കാരണമായി. ക്ഷമിക്കുക മക്കളെ, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഈ നൊയമ്പ് സമയം ക്ഷമ അത് ഇല്ല എങ്കിൽ നമുക്ക് മുമ്പോട്ട് ഒരിക്കലും നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വലിയ വലിയ പ്രശ്നത്തിലോട്ട് പോകണം. അതൊക്കെ നമ്മളൊന്ന് ക്ഷമിച്ച് താഴ്ന്ന് അത് അതിൻ്റെ രീതിയിൽ പോയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും. ക്ഷമിച്ച് താന്ന് അത് പോയാലേ കിട്ടുമോ? അല്ലെങ്കിൽ കിട്ടുമോ? ഇല്ല, ഒരിക്കലും അത് നമുക്ക് നേടാൻ പറ്റില്ല. നമ്മൾ ക്ഷമിച്ച് പോയി നമ്മൾ ഒരിക്കൽ കൂടി ചോദിച്ചാൽ അതൊക്കെ അങ്ങനെയാണ് വേണം നമ്മൾ നേടാം. അല്ലാതെ നമ്മൾ പിടിച്ച് വാങ്ങിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനൊന്നും നമ്മൾ പോയാൽ നമുക്കൊരു കാര്യവും നേടാൻ പറ്റില്ല. എൻ്റെ ചില മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. നിങ്ങൾ ശരീരസുഖമുള്ള മക്കളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ നല്ല മക്കളായി, നല്ല മാതാപിതാക്കളായി, മക്കളെ നല്ല സ്നേഹിക്കണം, അമ്മയും അപ്പനും ഒക്കെ ആയിട്ട് തീരണം. തിരുക്കുടുംബം അതുപോലെ നല്ല കുടുംബമായി മക്കളെ സ്നേഹിക്കണം.
സഹോദരൻ എല്ലാം ഒന്നിനൊന്ന് പരസ്പര സ്നേഹം അതില്ല എങ്കിൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാനേ പറ്റില്ല. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും അവരവർ ഒറ്റയാണ്. ചിലപ്പം ഒരു രോഗാവസ്ഥയിലും ബുദ്ധിമുട്ടും വരുമ്പോൾ എല്ലാവരും ഒറ്റയാണ്. എന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയവുമില്ല. സ്നേഹം അത് സ്നേഹിച്ചാൽ നമുക്ക് ആരാട്ടെങ്കിലും ദൈവം കൊണ്ടുവന്ന് കൂട്ട തന്നെ ചെയ്യും. സ്നേഹം അത് നമുക്ക് മുറുകെ പിടിക്കാം. വചനം അത് നമുക്ക് ഹൃദയത്തിൽ സ്നേഹിക്കാം. എൻ്റെ ചെല്ല മക്കളെ, കരുണയുടെ സഹായം എല്ലാ മക്കളും ചെയ്യണേ. എല്ലാ മക്കളും ഈ കരുണയുടെ സഹായത്തിലോട്ട് ഓടി വരണം. എന്ന് വെച്ചാൽ ഓരോ നേരം ആഹാരം കഴിക്കാതെയും മുട്ടയും ഇറച്ചിയും മീനും, ഇറച്ചി അല്ലെങ്കിലേ നമ്മൾ എടുക്കില്ല, മീനും ഒക്കെ നമ്മൾ ഒഴിവാക്കി നമ്മൾ ആ നൊയമ്പിലോട്ട് നമ്മൾ കടന്നു വരികയാണ്. ആ സഹായങ്ങളെല്ലാം എന്ത് ചെയ്യണം? പാവങ്ങളെ സഹായത്തിലോട്ട് എല്ലാം നിങ്ങൾ തരണം. എല്ലാ മക്കളും അതിനു വേണ്ടി ഒരുങ്ങി വരിക. ഈ സന്തോഷം അതുപോലെ എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളൊക്കെ രാവിലെ എക്സസൈസ്, ജോലി കൂടുതൽ കടുത്ത ജോലി ചെയ്യാത്തവരെല്ലാം എക്സസൈസ് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് രോഗം വരും. വന്നു പോയാൽ പിന്നെ പാടാണ്. പണ്ടുള്ളവർക്ക് അമ്മമാർക്ക് അറിയാം നമുക്ക് കൂടുതൽ പണ്ട് ജോലിയാണ്. അപ്പോൾ ആ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ എക്സസൈസ് ഒന്നും വേണ്ട, അവർക്ക് കൂടുതൽ രോഗവുമില്ല. ഇപ്പോഴും നമുക്ക് ഓരോ രോഗത്തിൻ്റെയൊക്കെ അവസ്ഥകൾ നമ്മൾ കടന്നു പോയാൽ മക്കളില്ലാതിരിക്കുന്നവർ അവർ കൂടുതൽ എക്സസൈസ് ചെയ്യണം. അവർ എണ്ണപ്പലഹാരമൊന്നും കഴിക്കാൻ പാടില്ല. അവരൊക്കെ അതൊക്കെ മാറ്റി വയ്ക്കണം. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവർ നീങ്ങി അവർക്ക് എത്രയും പെട്ടെന്ന് മക്കൾ കിട്ടും. ഇവിടെ ഞാൻ ഒരുപാട് 1-2 പേർക്ക് പിള്ളേരില്ലായിരുന്നവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ കിട്ടി. ഒരു വ്യക്തിക്ക് ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എക്സസൈസ് അത് മെയിൻ. എണ്ണപ്പലഹാരം ഒഴിവാക്കണം, തീരെയും കൂടുതൽ കഴിക്കാൻ പാടില്ല. മക്കളില്ലാതിരിക്കണം. കിട്ടിയതിനു ശേഷം നിങ്ങൾ കഴിച്ചോളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് എക്സസൈസും ഇതൊക്കെ നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് കിട്ടും. മക്കളില്ലാതെ ഇപ്പോൾ ആരും ഇരിക്കില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി 2 പേരും കൂടെ പോയി കണ്ടാൽ എല്ലാവർക്കും മക്കൾ കിട്ടുക തന്നെ ചെയ്യും. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. രോഗങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ വിഷമങ്ങളാണ്. അതെല്ലാം ദൈവത്തിൻ്റെ ഇപ്പം സമർപ്പിച്ച് എല്ലാവരും 40 ദിവസം വ്രതമെടുത്ത് എന്ത് ചെയ്യുക? പള്ളിയിൽ പോവുക. അവരോരോ പള്ളിയിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മളെടുക്കണ ഈ ത്യാഗം നമുക്ക് ദൈവം അനുഗ്രഹമായേ തീരും. നമ്മൾ ഒരു നേരം ആഹാരം കഴിക്കാൻ നമ്മളെടുക്കണ ഓരോരോ ഇതും നമുക്ക് അനുഗ്രഹമായേ തീരും. നമുക്ക് നല്ലത് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ത്യാഗം സഹിക്കണം. ദൈവം യേശു ഇത്രയും വലിയ ക്രൂശും ഇത്രയും വലിയ ത്യാഗവും 40 ദിവസം വരെ ഒരു ആഹാരവും കഴിക്കാതെ വ്രതമൊക്കെ എടുത്തതാണ് യേശു. അപ്പോൾ നമ്മൾ അതുപോലുള്ള ത്യാഗത്തിലോട്ടൊക്കെ ഇറങ്ങി നോക്കുമ്പോഴേ നമുക്കും അതിൻ്റെ ഇതൊക്കെ നമുക്കും മനസ്സിലാക്കാൻ പറ്റും. അമ്മേനെ, എൻ്റെ ചില മക്കളെ, അമ്മേനെ ശനിയും ഞായറും ഒക്കെ ഇവിടെ മീറ്റിങ്ങൊക്കെ ഉണ്ട് 3-ാം തീയതി. പിതാവേ, ഞാനും അവരോട് കൂടുകയാണ്. എല്ലാ മീറ്റിങ്ങിനും എല്ലാ കമ്മിറ്റിക്കുമൊക്കെ എൻ്റെ ഇവിടുത്തെ എല്ലാവരുടെയും ഞാനും പോയി കൂടുകയാണ്. എന്ന് വെച്ചാൽ എന്താണ് അവിടെ നല്ല കാര്യങ്ങൾ ഒക്കെ പറയാനുണ്ടെങ്കിൽ പറയുവാനും അത് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാനും ഒക്കെ എൻ്റെ സഹായം നോക്കിക്കാണുക. അവിടെ എന്താണ് കുറവ് എന്നുള്ളതൊക്കെ നോക്കിക്കാണുക. അത് ഞാനും അവരോട് കൂടുകയാണ്. എൻ്റെ പിതാവ് കേൾക്കാനാണ് അത് ഞാൻ പറയണത്. ഞാൻ പിതാവിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് പിതാവിൻ്റെ സമ്മതം വേണം. എനിക്കിതിനൊക്കെ ഓടിപ്പോയി എത്തുവാൻ. ഗൾഫിൽ ഇരിക്കുന്ന മക്കളെ, നിങ്ങളെല്ലാവരും മടി കൂടാതെ എല്ലാവരും അവരോരോ ജോലികൾ ചെയ്യുക. എല്ലാവരും ജോലികൾ ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. എല്ലാവർക്കും അവരോരോ കഴിവ്. ഒരു ചെറിയ ജോലി പോലും ഒന്നും മോശമല്ല. നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം നമുക്ക് അനുഗ്രഹമായേ തീരും. ഓരോ പ്രവർത്തനവും അത് നമുക്ക് അനുഗ്രഹമായി തീരും. നമ്മൾ സന്തോഷമായിരിക്കണമെങ്കിൽ നമ്മളെ കുടുംബം സന്തോഷമായിരിക്കണം, മക്കൾ സന്തോഷമായിരിക്കണം. നമ്മളെ കുടുംബത്തെ സ്നേഹിക്കാം, മക്കളെ സ്നേഹിക്കാം. മക്കളെ വിദ്യാഭ്യാസം അതെല്ലാം നമ്മൾ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് സ്നേഹം അതെല്ലാം കൊടുത്തു വരുമ്പോൾ മക്കളും ആ രീതിയിൽ അത് കണ്ട് വളരും. നല്ലത്. നമ്മൾ കുടുംബജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കിയ നമ്മുടെ മക്കളെല്ലാം അനാഥ മന്ദിരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എൻ്റെ ചില മക്കളെ നിങ്ങളതുകൊണ്ട് നല്ല അനുഗ്രഹമുള്ള മക്കളായി തീരണം. രോഗസൗഖ്യവും സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് വരട്ടെ എന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ നിർത്തുകയാണ്.